നിങ്ങളുടെ മൈൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഏറ്റവും ടോപ്പിലൊരു 3 ഡോട്ട് ബാർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പൈ ബ്രൗസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുവഴി സൈൻ ഇൻ ടു പൈ ബ്രൗസർ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ പൈ ബ്രൗസറിൽ കയറുക. അല്ലാണ്ട് പൈ ബ്രൗസറിൽ കയറിയാൽ ചിലപ്പോൾ ഫസ്റ്റ് തൊട്ട് ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ പാസ്വേഡൊക്കെ അറിയില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ ഈ ഒരു ഹോം പേജിലുണ്ടാവും താഴെ KYC എന്നുള്ള ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഫസ്റ്റ് യുവർ ലാംഗ്വേജ് എന്നുള്ളിടത്ത് ഇംഗ്ലീഷ് ഡിഫോൾട്ടായിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം വർഷം കൊടുക്കുക, പിന്നെ മാസം, പിന്നെ ദിവസം. ഈ ഒരു ക്രമത്തിലാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൽ അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ആവണം. ഏത് ഡോക്യുമെൻ്റാണോ അതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. പിന്നെ താഴെയുള്ള കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. IND എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ വരും. അത് ഓക്കെ കൊടുക്കുക. പിന്നെ താഴെയുള്ള ID ടൈപ്പിൽ നമുക്ക് 4 ID കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്: ആധാർ കാർഡ്, ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്. അപ്പോൾ നമ്മൾ പയ്യിൽ യൂസർ നെയിം ഏതാണ് വരുന്നത് അത് മാച്ച് ആയിട്ടുള്ള ID ഏതാണോ അത് രണ്ടുമാണ് ലിങ്ക് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ KYC റിജക്റ്റ് ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു ID മതി. ആധാർ കാർഡാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം താഴെയുള്ള കോളത്തിലൊക്കെ ടിക്ക് കൊടുക്കുക. അപ്പോൾ എഗ്രി എന്നുള്ളിടത്ത് ഐ എഗ്രി എന്നുള്ളതും ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ലെറ്റ്സ് ഗോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും കയറി വരുന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോ ഉള്ള ID വേണം. പിന്നെ അതുപോലെ നിങ്ങളെ ഇൻഫർമേഷൻ കറക്റ്റായിട്ടുള്ളത്, പിന്നെ നല്ല ക്ലിയറിൽ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉള്ള ഏരിയയിലായിട്ട് നിൽക്കുക. കാരണം നല്ല ക്ലിയറിൽ സെൽഫി എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ പേയ്മെൻറ്റ്, അത് ഒരു KYC ചെയ്യാൻ ഒരു പയ്യെ നമ്മളെ നിന്ന് ഡിഡക്റ്റ് ആവും. അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്നുള്ളൂ. എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ആ 4 സ്റ്റെപ്പ് പറഞ്ഞു തരാണ്. ആ 4 ഒന്ന് വായിച്ച് നോക്കി നെക്സ്റ്റ് അങ്ങനെ അടിച്ചു പോയാൽ മതി. അങ്ങനെ 4 നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരും. നമ്മളെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ID ടൈപ്പ് അവിടെ ഏതാ കൊടുത്ത് ആ സെയിം ID തന്നെ ഇവിടെ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും. എന്നിട്ട് ആം റെഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ID കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ ഇതിൽ ഉള്ളതുപോലെ തന്നെ ആവണം. നല്ല വെളിച്ചമുള്ള ഇടത്താവണം. നല്ല ഇൻ്റർനെറ്റ് നല്ല സ്പീഡുള്ള ടൈം ആവണം. പിന്നെ ആ ഒരു പോർഷൻ ഉണ്ടാവും, അത് ഫുള്ളായിട്ടാണ് ഫോട്ടോ എടുക്കേണ്ടത്. ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ആഡ് ഫ്രണ്ട് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ID കാർഡിൻ്റെ ഫ്രണ്ട് ഫോട്ടോ ഇതുപോലെ ഫോട്ടോ എടുക്കുക. ഈ ഒരു റെക്റ്റാങ്കുലർ ഇതിൽ കറക്റ്റായിട്ട് വരണം. ഇതിൻ്റെ പുറത്തോട്ട് നിൽക്കരുത്. ഇനി ഉള്ളിൽ ഈ ഒരു വൈറ്റ് ആയിട്ട് ഞാനൊരിത് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളിലായാലും പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് പുറത്തോട്ടായിട്ട് നിൽക്കരുത്. നല്ല ക്ലിയർ വേണം. ആ ഫോട്ടോയൊക്കെ നമ്മൾ സെൽഫി എടുക്കുമ്പോൾ മാച്ചായി തോന്നുന്ന വിധത്തിൽ അത്യാവശ്യം ക്ലിയർ വേണം. അതുപോലെ ആഡ് ബാക്ക് ഫോട്ടോ എടുത്ത് വരും. അടുത്ത ഓപ്ഷൻ അതായിരിക്കും. അപ്പോൾ ബാക്ക് ഫോട്ടോ അതുപോലെ നല്ല ക്ലിയറിൽ തന്നെ എടുക്കുക. ക്ലിയർ ഇല്ലെങ്കിൽ ക്ലിയർ കിട്ടുന്നതിനനുസരിച്ച് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. അതിനുശേഷം ഇത് രണ്ടും എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ വരും. അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തിട്ട് പിന്നെ ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ളൊരു വരുന്നിടത്ത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ 3 പേരുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ എക്സാമ്പിൾ മുഹമ്മദ് ഷഹീർ P എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം മുഹമ്മദ്, മിഡിൽ നെയിം ഷഹീർ, ലാസ്റ്റ് നെയിം P അങ്ങനെ വരിക. ഇനി മുഹമ്മദ് ഷഹീർ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ മുഹമ്മദ് ഫസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം ഒന്നും കൊടുക്കണ്ട, ലാസ്റ്റ് നെയിം ഷഹീർ എന്ന് കൊടുക്കുക. ഇനി ഡോക്യുമെൻറ്റിൽ വെറും മുഹമ്മദ് മാത്രമേ ഉള്ളെങ്കിൽ ഫസ്റ്റ് നെയിം മുഹമ്മദ് കൊടുക്കുക, മിഡിൽ നെയിം ഒന്നും കൊടുക്കണ്ട, ലാസ്റ്റ് നെയിം വീണ്ടും മുഹമ്മദ് തന്നെ കൊടുക്കുക. അതായത് ഡോക്യുമെൻറ്റിൽ ചിലപ്പോൾ ഒരു പേരേ ഉണ്ടാവുള്ളെങ്കിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും സെയിം ആയിട്ട് തന്നെ കൊടുക്കുക. അതാണ് അർത്ഥമാക്കുന്നത്. മിഡിൽ നെയിം അവിടെ ഒന്നും കൊടുക്കണമെന്നില്ല.
അങ്ങനെ പേര് കൊടുത്തതിന് ശേഷം ജെൻഡർ ഏതാണ് നിങ്ങളത്? മെയിലാണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ. ഇനി ട്രാൻസ്ജെൻഡർ എന്തെങ്കിലും ആണെങ്കിൽ പ്രിഫർ നോട്ട്സ് എന്നുള്ളത് അതിലും ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ മുന്നേ കൊടുത്ത അതേപോലെ തന്നെ ഡോക്യുമെൻറ്റിലുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്തോ നെയിമോ ഒന്നും മിസ്മാച്ച് വരരുത്. KYC ചെയ്യുമ്പോൾ കറക്റ്റ് ആകണം അത്. അടുത്തത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളിടത്ത് ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID നമ്മൾ ഇപ്പോഴല്ല, ഇമെയിൽ വെരിഫിക്കേഷൻ വരുന്നതിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയിലേക്കൊരു ലിങ്ക് വരും. അപ്പോൾ അവിടെ ക്ലിക്ക് ഹിയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ID ഇതിൽ വെരിഫൈ ആവും. അതിനുശേഷം ഡോക്യുമെൻ്റ് നമ്പർ ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ, പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ, ലൈസൻസ് ആണെങ്കിൽ ലൈസൻസിൻ്റെ നമ്പർ, അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പർ, ഏതാണ് നമ്മൾ കൊടുത്തത് ആ ഒരു ID നമ്പർ അവിടെ കൊടുക്കുക. അതിന് താഴെയുള്ളത് എക്സ്പയറി ഡേറ്റ് എന്നുള്ളതാവും. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് മാത്രമുള്ള എക്സ്പയറി ഡേറ്റ് വരിക. ബാക്കി 3 ഡോക്യുമെൻറ്റിനും അവിടെ ഒന്നും കൊടുക്കാണ്ട് താഴെ മൈ ID കാർഡ് ടെസ്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഡ്രസ്സ് ലൈൻ 1 നമ്മുടെ വീട്ടുപേര്, അഡ്രസ്സ് ലൈൻ 2 ഉള്ളിടത്ത് പോസ്റ്റ് ഓഫീസ് ഏതാണ് അത് മാത്രം കൊടുക്കുക. പിന്നെ സിറ്റി മലപ്പുറം കൊടുക്കുക, സ്റ്റേറ്റ് കേരള കൊടുക്കുക. സിബ് ഓർ പോസ്റ്റൽ കോഡ് എന്നുള്ളിടത്ത് നമ്മൾ പിൻകോഡും കൊടുത്തിട്ട് അടുത്ത് സെൽഫി ലൈനേഴ്സ് ആണ്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൽഫി എടുക്കാനാണ്. അപ്പോൾ ഈ ഒരു പച്ച സർക്കിൾ കാണും, ഇവിടെ നമ്മുടെ ഫേസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വിധത്തിൽ ഇങ്ങനെ നിൽക്കുക. ഫസ്റ്റ് ഒരു 3 സെക്കൻഡ് ഡയറക്റ്റ് നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. അതിന് ശേഷം ഒരു 3 സെക്കൻഡ് ഒന്ന് സ്മൈല് ചെയ്യാം, ഒന്ന് വാ തുറന്ന് കാണിച്ചാൽ മതി. പിന്നെ അതിന് ശേഷം വലത്തോട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു പച്ച സർക്കിൾ കംപ്ലീറ്റ് ആകുന്നവരെ വലത്തോട്ട് നോക്കിക്കണം. അതുപോലെ അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇടത്തോട്ട് നോക്കിക്കുക. ഇടത്തോട്ട് നോക്കി നിൽക്കുന്ന ആ പച്ച സർക്കിൾ ഫുള്ളാവുന്നത് വരെ അങ്ങനെ നോക്കുക. അതുപോലെ മുകളിലോട്ട് നോക്കുക, അവിടെ ആ പച്ച സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത് വരെ അങ്ങനെ നോക്കി നിൽക്കുക. അതിന് ശേഷം താഴോട്ടും നോക്കി നിൽക്കുക, അവിടെ ഈ പച്ച കംപ്ലീറ്റ് ആവുന്നവരെ അങ്ങനെ താഴോട്ട് നോക്കി നിൽക്കണം. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാവണം, നല്ല ലൈറ്റ് വേണം, നല്ല ക്ലിയർ വേണം, അതൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഇത്രയും കൊടുത്ത എല്ലാ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിങ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. ഒരു 2 സെക്കൻഡോളം ആ ഒരു ടൈം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ റിവ്യൂ പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മളവിടെ കൊടുത്ത ഡീറ്റെയിൽ എല്ലാം കറക്റ്റാണ് നോക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള ആ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് പിന്നെ ഡോക്യുമെൻറ്റും കറക്റ്റാണോ നോക്കുക, ക്ലിയർ ആണോ നോക്കുക, ഇല്ലെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോട്ടോയും IDയിലുള്ള ഫോട്ടോയൊക്കെ കറക്റ്റ് തന്നെയാണല്ലോ, മാച്ചായിട്ട് തന്നെയല്ലേ ഉള്ളതെന്ന് ശ്രദ്ധിച്ചിട്ട് അവിടെ സബ്മിറ്റ് കൊടുക്കുക. അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് സ്പീഡ് ഉള്ളിടത്ത് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലം കൊണ്ടും ചിലപ്പോൾ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. യെസ് ഡാറ്റ ഈസ് ആക്യുറേറ്റ് എന്നുള്ളത് അതിലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ്, സ്റ്റാറ്റസ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണും. പക്ഷേ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എടുക്കും ചിലപ്പോൾ KYC റിസൾട്ട് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ അപ്ലൈഡ് എന്ന് മാത്രമേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ബാക്ക് അടിച്ച് വരിക, ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ നമുക്ക് KYC റിസൾട്ട് കാണാൻ പറ്റും. ഇതിൽ ആക്ഷൻ റിക്വയർഡ് മെയിനായിട്ട് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ ചെയ്യേണ്ടത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈ ബ്രൗസർ തുറന്നിട്ട് അതിൽ KYC ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിൽ റിസൾട്ട് അറിയാൻ പറ്റും. KYC റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് നോക്കിയിട്ട് റീസബ്മിറ്റ് ചെയ്യുക. കറക്റ്റാണ് നമ്മൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ KYC പാസ്സായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെയുള്ള സെലിബ്രിറ്റി ഓർ KYC സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ എത്ര മിനിറ്റ് കൊണ്ടൊക്കെ KYC പാസ്സായത് എന്നുള്ളത് അവിടെ കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റീസബ്മിറ്റ് വരികയാണെങ്കിൽ മന്ത്ലി ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക.